നമസ്കാരം, ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, അംബികമാൻ, ബിജുക്കുട്ടൻ ചേട്ടാ. നമസ്കാരം. പിന്നെ ആദ്യത്തെ സ്കിറ്റ് അങ്ങോട്ട് ഇറക്കിയാലാ? ഇങ്ങോട്ട് വിളിക്കാം. ശ്രീജു ഉണ്ട്, സൈചേട്ടനുണ്ട്, കൂടെ ദീപ്തി ഉണ്ട്. ഒരു നല്ല കൈഡി. എന്റെ ഗുരുവായൂരപ്പ, എന്തിനു ഗുരുവായൂരപ്പ എന്നോട് ഈ പരീക്ഷണം? എത്ര തലമുറ കൈമാറി വന്ന ഞങ്ങളുടെ അറിഞ്ഞാണോരുന്ന്. എന്റെ പാവം മുത്തശ്ശി മരണക്കിടക്കല് ചൂരി എന്റെ കൈമേലോട്ടാന്നാണ്. അതാണ് ആ പരമനാരി കള്ളം വന്നിടത്ത് കട്ടോണ്ട് പോയത്. എന്റെ വിഷമം കൊണ്ട് പറഞ്ഞേട്ടാ, സോറി. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് അത് കണ്ടുപിടിച്ച് തരാതിരിക്കരുത്. എന്റെ അറിഞ്ഞാണ് എന്റെ കൈമേലോട്ട് കൊണ്ടുവന്ന് തന്നേക്കണ്. കരയുന്നേരത്ത് കിടന്ന് വിളിക്കണം. ഹലോ ഹലോ, ആരാണ്? ഇത് ചിറക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നാണേ. ആ സാറേ പറഞ്ഞോ. നിങ്ങളുടെ ഓർണമെന്റ്സ് എന്തെങ്കിലും മിസ്സായതിന്റെ ഒരു കേസ് കൊടുത്തിരുന്നോ? ഓർണമെന്റ്സ് ഒന്നും പോയില്ല, ഒരു അരഞ്ഞാണം മാത്രമേ പോയുള്ളൂ. ഹലോ, അതിനെയാണ് മലയാളത്തിൽ ഞാൻ ചോദിച്ചത്. ആഭരണം വല്ലതും പോയോ? പോയി എന്റെ അരഞ്ഞാണം പോയി, എന്റെ അരഞ്ഞാണം പോയി. അത് ക്ലാസ് പഠിപ്പിക്കാൻ വിളിച്ചതല്ല ഞാൻ. ഞങ്ങൾ അതിന്റെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ചിലപ്പോ പ്രതിയുമായിട്ടൊക്കെ അങ്ങോട്ട് വരും. അപ്പോൾ ദൈവത്തെ ഓർത്ത് അവിടെ കാണണേ. ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പൊ കിട്ടിയില്ലല്ലേ? കിട്ടിയില്ല. ഈ അരഞ്ഞാണം പോയ പിന്നെ എന്റെ ചേട്ടൻ എന്നോട് മിണ്ടിയിട്ട് പോലുമില്ല. ഒന്നും മിണ്ടാതെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. എങ്ങോട്ട് പോയാവോ ഭഗവാനെ? അതെങ്ങനെയെങ്കിലും എനിക്ക് കണ്ടുപിടിച്ച് തന്നേക്കണേ എന്റെ അരഞ്ഞാണം. ചെറിയൊരു സെറ്റപ്പിലൊരു വീടാണ്. ഇതാണ് വീട്. ഇത് കണ്ട ഒരു ഉത്തരവാദിത്വമില്ല. കണ്ട ഫാൻ ഇട്ടിക്കുന്നുണ്ട. നമ്മളല്ലല്ലോ കറണ്ട് ബില്ല് അടയ്ക്കുന്നത്. അതെ അതെ, അതുകൊണ്ട് ഉത്തരവാദിത്തത്തിന്റെ ആവശ്യമില്ല. അതെ അതെ അതെ. സംഭവം ഒരു 1500 സ്ക്വയർ ഫീറ്റ് വരും ഈ വീട്. 1500. 2 ബെഡ്റൂമാണ് സാറേ. 2 ബെഡ്റൂം. ഒരെണ്ണം ബാത്ത് അറ്റാച്ച്ഡ്. പിന്നെ അതാണ് കിച്ചൺ. ചെറിയ പൈപ്പ് കണക്ഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ആ വടക്കേ സൈഡ് അതുണ്ടല്ലോ, ആ വഴിയാണല്ലോ, അത് ആ വെളിയിലോട്ട് ഇറങ്ങുന്ന വഴിയാണ്. അത് വടക്ക് വശം. അതെ, വെളിയിൽ അവിടെ കിണറുണ്ട് സാറേ. അവിടെ കിണറുണ്ട് എങ്കിലും പക്ഷെ പൈപ്പ് കണക്ഷൻ എടുത്തിട്ടുണ്ട്. ചെറിയൊരു സെറ്റപ്പ്. അല്ല, ചെറിയ കുഞ്ഞ് എല്ലാം കൂടെ 1500 സ്ക്വയർ ഫീറ്റ് വരും. അത്രേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും ഇത് എവന്റെ വീടാണെന്ന്. യവനാണ് ഇവിടെ കയറി മോട്ടിച്ചത്. അത് വിൽക്കുന്നതിനിടയിൽ ഞാൻ പിടിച്ചോണ്ട് വന്ന് തെളിവെടുപ്പിന് കൊണ്ടുവന്നതാണ് അവൻ ഇവിടെ. ഒറ്റ ഓർമ്മ ഇട്ടെന്നുണ്ടല്ലോ. നിനക്കുള്ള കേസാണ്, നിനക്കുള്ള കേസ് ഇതാ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നീ ആദ്യം മനസ്സിലാക്കുള്ള കാര്യം, ഈ പോലീസ് ആരെന്ന് അറിയാമോ നിനക്ക്? സാറിന് ഈ പോലീസ് ആരെന്ന് അറിഞ്ഞൂടാതെയാണ് പോലീസിൽ ചേർന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. സ്വാതന്ത്ര്യം തരുമ്പോ തലേ കയറി. എനിക്ക് സ്വാതന്ത്ര്യം തരാം ഇങ്ങനെ ബ്രിട്ടീഷുകാരനല്ലേ. അയ്യോ അയ്യോ, മനസ്സിലായ? ഇല്ല. സ്വാതന്ത്ര്യം തന്ന മിസ്യൂസ് ചെയ്തേ. അയ്യോ ഇല്ല സാർ. അല്ലെങ്കിൽ പോലീസുകാർക്ക് ചീത്തപ്പേരാണ്. അറിയാമോ? കൈ കിട്ടുന്ന പ്രതിയെ ഉരുട്ടുന്നു, കൈ കിട്ടിയ പ്രതിയെ ഇടിക്കുന്നു. നീയൊക്കെ നിന്റെയൊക്കെ വായി കിടക്കുന്ന നാക്കം വെച്ച് മര്യാദയ്ക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടടാ? ഇല്ല, ഞാൻ ഒരു സത്യം പറഞ്ഞോളൂ സാറേ. ഞാൻ മുമ്പുണ്ടല്ലോ ഈ മൈസൂർ പാലസിൽ നിന്ന് വൈരം വെച്ച ഒരു മാല മോട്ടിച്ചാൽ സത്യം. എന്നിട്ട് ഞാനത് കൊടൈക്കനാലിൽ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് ഒളിച്ചു വെച്ച്, എന്നിട്ട് ആ വീട്ടിലെ പൂജാമുറിക്കകത്ത് കയറി അവിടെ നിന്നൊരു ചിലമ്പെടുത്ത്, എന്നിട്ട് ഞാനത് അവിടെ അങ്ങ് വെച്ച് സാറേ. ഭക്തിയുള്ള കള്ളന്മാർ അങ്ങനെയാണ്. ചിലമ്പെടുക്കൂല. ചിലമ്പ് അവിടെ വച്ചിട്ടേ പോവുള്ളൂ. നിനക്ക് അതിന്റെ ഐശ്വര്യം ഭാവിയിൽ ഉണ്ടാവും. നിനക്ക് ഭക്തി ഉണ്ടെന്നല്ലാന്ന്. പിന്നെ അതിന് ചുറ്റും ഭയങ്കര മണി. അതെടുത്തോണ്ട് പോകുമ്പോൾ മണി കിലിങ്ങി ആൾക്കാർ വീട്ടിൽ എനിക്ക്. പിന്നെ ഞാനൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് അവിടെ ഇരുന്ന് 1 മണിക്കൂർ കുത്തിയിരുന്ന് ആ മണിയെല്ലാം ഇളക്കി അവിടെ വെച്ചിട്ടാണ് ഈ ചിലമ്പ് എടുത്തോണ്ട് പോയത്. ഈ ചിലമ്പ് ഞാൻ നേരെ കൊണ്ടുവന്ന് കുളു മണാലി കൊണ്ടുവന്ന് ഒരാൾക്ക് വിറ്റ്. ചുരുക്കി പറഞ്ഞ തെളിവെടുപ്പിന്റെ പേരിൽ സർക്കാർ ചെലവിൽ ഇന്ത്യ മൊത്തം ഒരു ടൂർ. അതല്ലേ സംഭവം? എടാ ഇതെന്താ സംഭവം എന്നറിയാമോ? ഇത് കള്ളത്തരം കാണിച്ച് ജീവിക്കുന്നോണ്ടാണ്. കള്ളത്തരം കാണിക്കാൻ പാടില്ല. കള്ളത്തരം കാണിക്കാൻ പാടില്ല. കള്ളത്തരം ഞാൻ എന്റെ പൊന്ന് സാറേ, നമ്മുടെ ഈ രാജ്യത്ത് GST, അതേപോലെ ടാക്സ്, വാറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കള്ളത്തരങ്ങളും കൊള്ളയാണ് നടക്കുന്നത്. അത് മാത്രമോ വെറും 160 രൂപ മദ്യത്തിന് 600 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഞാൻ അത്രയ്ക്കാണ് കള്ളത്തരം ഞാൻ കാണിച്ചൊന്നുമില്ല. ഇത് വളർന്നു വർഷത്തിന്റെ കുഴപ്പമാണ് സാർ. അങ്ങനെ പറയുന്നു. 2 വയസ്സുള്ളപ്പോഴേ അച്ഛൻ മരിച്ചു. 2 വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ച പിന്നെ നീ അങ്ങനെ ഉണ്ടായി? അച്ഛനല്ല 2 വയസ്സ്. പിന്നെ എനിക്ക് 2 വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ചു. അങ്ങനെ പറ. പിന്നെ 1 വയസ്സുള്ള ഒരു വയസ്സായ മുത്തശ്ശിയല്ലേ എന്നെ വളർത്തിയത്. എന്താടാ പറയണത്? 1 വയസ്സായ മുത്തശ്ശി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? 1 വയസ്സായ മുത്തശ്ശി പിന്നെ 1 വയസ്സായ മുത്തശ്ശിയാണ് എന്നെ എടുത്ത് വളർത്തിയത്. ഇതെന്തോ സാറേ പറയുന്നത്? അല്ല, ഇത് ഇത്രയും വലിയ വീടല്ലേ? ഇത്രയും വലിയ വീട്, ചുറ്റുമതില്, അത് പോട്ട്.
കടിച്ചു പറിക്കുന്ന ഒരു പട്ടി ഈ വീട്ടിലില്ലായിരുന്നു. ആ പട്ടി നിന്നെ കണ്ടിട്ട് ഒന്നും പറഞ്ഞില്ലടാ. പട്ടിയുടെ കാര്യമൊന്നും പറയണ്ട സാറേ. ഞാൻ ഈ വീട്ടിന്റെ മതിലിന്റെ അപ്പുറത്ത് വന്നിട്ട് ഈ മതിൽ ചാടി. മതിൽ ചാടിയപ്പോ ഈ പട്ടിയുടെ കൊരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നപ്പോ ചെവിക്കല്ല് കടിച്ച് പറിക്കുന്ന രീതിയിൽ ഒരു അലുമ്പ് കൊര. എനിക്കാണെങ്കിൽ നമ്മൾ ഈ ജോലിക്ക് കയറുമ്പോഴേ നമ്മൾ ജോലി ചെയ്യുമ്പോഴേ ഈ ശബ്ദം ഉണ്ടാക്കണം എനിക്ക് ഇഷ്ടമല്ല. രാത്രി ലോൺ കൊടുക്കാൻ വന്നില്ലേ നീ രാത്രി വീട്ടില്? എന്നാൽ ഈ കൊര ഭയങ്കര എനിക്ക് ഇറിറ്റേഷൻ ആയിട്ട് ഞാൻ മതിൽ തിരിച്ച് ചാടി സാർ. അപ്പൊ സാധനം എടുത്തില്ല? എടുത്ത്. എന്താണ് പറയാ സാറേ, ഞാൻ തിരിച്ച് ചാടിയോ പട്ടി കുരയ്ക്കില്ല. അപ്പൊ ഞാൻ വീണ്ടും അകത്ത് ചാടി. അപ്പൊ പട്ടി കുരയ്ക്കുന്നു. അങ്ങനെ ഒരു 7-8 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി 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 അവസാനം അകത്ത് ചാടിയപ്പോഴേക്കും ഈ പട്ടി കുരയ്ക്കുന്നില്ല. അതെന്ത് കാര്യം? ഇത്രയും നേരം നിർത്താതെ കുരച്ചല്ലേ, ഇവിടെയൊക്കെ നീര് കയറി തുറന്ന് കുരച്ച വാ അടയ്ക്കാൻ പറ്റാതെ നാക്കുണ്ടല്ലേ ഇങ്ങനെ വെക്കാതെ അകത്തോട്ട് വെക്കാതെ ഇങ്ങനെ. പൊന്നെ മോട്ടിച്ചിട്ട് പുളു ഓടിക്കണ നോക്കിയാണ്. നീ അവിടെ നില്ല, ഞാൻ ആദ്യം അവരെ വിളിക്കാം. ഈ വീട്ടിൽ ആരും ഇല്ലേ ഇവിടെ? എവിടെ തള്ളിക്കയറി പോണു? ഞാനാണ് എസ് ഐ. സാറിന്ന് ഇവിടെ ആദ്യമായിട്ടല്ലേ വന്നത്? ഞാൻ നേരത്തെ വന്നിട്ടുണ്ടല്ലോ. പരിചയം. ഇവിടെ അകത്ത് ആരും ഇല്ലേ? ആരാ അവിടെ കോലായില്? ഓ, മഞ്ജു വാര്യരുടെ വീട്ടിലാടാ നമ്മള്. അല്ല പിന്നെ ഞാൻ ഈ വീട്ടിൽ മറ്റേ ചേച്ചി അറിഞ്ഞാണോ? ആ വീട് തന്നെ. അതെ, ഇവിടുന്ന് അരിഞ്ഞാണം കട്ടിട്ട് പോയ ആളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉവ്വോ, വെടിവെച്ചാണോ പിടിച്ചത്? എന്താ അങ്ങനെ ചോദിച്ചത്? ഒരു ടോ കേട്ടു, വെടിവെപ്പ്. ഭഗവാനി, ഒന്ന് ഇങ്ങോട്ട് വരുമോ? ആ സാറേ, നന്ദിയുണ്ട് സാറേ, നന്ദിയുണ്ട്. ഞാൻ മറക്കൂല. ഏർക്കാണം പോയ പിന്നെ ഞാൻ ഉറങ്ങിയിട്ട് പോലുമല്ല, അറിയാമോ? എത്ര ദിവസം മറക്കൂല സാറിന്. നന്ദിയുണ്ട്. ഞാനാണിത് മോട്ടിച്ചത്, നമ്മളെ കൂടെ ഒന്ന് പരിഗണിക്കായിരുന്നു. ആടി ഞാൻ ചെവിക്കല് ഞാൻ പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറിയോട്ടെ, മനസ്സിലായി? ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ. സാറേ, അറിഞ്ഞാലും കിട്ടിയാ? അരിഞ്ഞാണൊക്കെ കിട്ടി. കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴി സെറ്റാക്കാം. ആദ്യം ഇവൻ തന്നെയാണ് എടുത്തെന്ന് നോക്ക്. ഇവൻ തന്നെ എടുത്ത് നോക്ക്. രാത്രി കണ്ടുകൊണ്ട് എനിക്ക് ശരിക്കും മനസ്സിലാകുള്ള മുഖം. നീ നോക്കണം. ഇവനെ തന്നെ നീ അറിഞ്ഞാണ് എടുത്ത് നോക്ക്. എങ്ങനെ ഓക്കെ ആണോ? എങ്ങനെ ഓക്കെ ആണോ? 100% ഓക്കെ. ഇയാൾക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഡബിൾ ഓക്കെ ആണ്. ഓക്കെ. രണ്ടിന് സംബന്ധം ഉണ്ടാക്കാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഈ കട്ടെടുത്ത സാധനം ജുവലറി കൊണ്ട് വിൽക്കാൻ ശ്രമിച്ച് കടക്കാരന് സംശയം തോന്നി എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അവനെ പോയി പൊക്കുന്നത്. അപ്പോഴാണ് അവൻ പറഞ്ഞത് ഈ വീട്ടിൽ നിന്ന് സാധനം എടുത്തത്. അങ്ങനെ ഞാനൊരു പാവം പൂച്ചക്കുഞ്ഞിനെ പോലെ ഇവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ഇയാൾ വന്നിട്ട് എന്നെ അറിയാൻ കെട്ടേണ്ടത്, അറിയാമോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇയാൾക്ക് എന്ത് മറ്റേ IPC എന്നൊക്കെ പറഞ്ഞ കുറച്ച് സംഭവമില്ലേ, അത് വെച്ചിട്ട് ഏറ്റവും വലിയ പരമാവധി ശിക്ഷ ഇയാൾക്ക് മേടിച്ചോട്ടെ. പുറത്തിറങ്ങുന്ന ജീവിതം മുഴുവൻ ജയിലിൽ കിടക്കട്ടെ. വകുപ്പ് ഉണ്ടാക്കി കൊടുക്കാം. നമുക്കൊരു വകുപ്പ് ഉണ്ടാക്കി കൊടുക്കാം. അത് ഏത് വകുപ്പാണെന്ന് പറഞ്ഞാ? അത് IPC-യുടെ വകുപ്പ് കൊടുക്കാം. അല്ല, കുറെ ഉണ്ടല്ലോ ഇങ്ങനെ 600 700 അങ്ങനെ എന്താണ്ടൊക്കെ. അത് ഏതാണ് സാറേ? ഉണ്ട്, അത് നമ്മള് നല്ല ഒരു വകുപ്പ് കൊടുക്കാം. അത് ഏതാന്ന് പറയും സാറേ. കുറെ വകുപ്പ്, പരമാവധി വകുപ്പ് ഇടണം സാറേ. അത് ഏതാന്ന് പറ. കൊടുക്കാം. IPC-യുടെ വകുപ്പ് എന്താ സാറേ ഒരുമാതിരി വകുപ്പ് വകുപ്പ് എന്നൊക്കെ പറഞ്ഞോണ്ട് എന്താ സംഭവം? നിങ്ങൾ സാറ് തന്നെ ഞാൻ പറഞ്ഞുതരാം. IPC 380 ആൻഡ് 457. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ DNS ആണ്. അത് 303 305 അതല്ലെങ്കിൽ 331 +4 7 വർഷം തടവ് 14 ദിവസം റിമാൻഡ്. ഓടിപ്പയ്യ ചെറിയൊരു പെറ്റി കൊടുക്കണം. എന്റെ അഭിപ്രായത്തിൽ ഇത് മജിസ്ട്രേറ്റ് കോടതി കൊണ്ടുപോകണേണ് നല്ലത്. അതാവുമ്പോൾ 3 വർഷം തടവ് കിട്ടത്തുള്ളൂ. ഇത് ഒരു വക്കീലിനെ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഊരി പോകുന്ന കേസാണ്. ഓപ്പൺ കോടതി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് നിസ്സാരം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കിടന്നോണ്ട്. നീയാണ് പോലീസ്, ഞാൻ കള്ളൻ. അല്ല സാറേ, നീ പോലീസ്, ഞാൻ കള്ളൻ. സാറാണ് പോലീസ്. നീ പോലീസ്, ഞാൻ നീ പോലീസ്, ഞാൻ കള്ളൻ. നാണക്കട പെണ്ണ് നോക്കേണ്. നീ പോലീസ്, ഞാൻ കള്ളൻ. സാറാണ് സാറേ പോലീസ്. സത്യം. അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ ആ പെണ്ണിന്റെ ഒപ്പം ചത്തരി. ആ പെണ്ണിന്റെ ഒപ്പം നീ അങ്ങനെ സംസാരിക്കാം. അതെന്റെ ചെവിയിലല്ലേ വന്ന് പറയാനുള്ളത്. സാറേ അതിന് ബോധമില്ല. ആര് പറഞ്ഞു ബോധമില്ലെന്ന്? ബോധമുള്ളവരാണെങ്കിൽ അരഞ്ഞാണം കെട്ടിക്കൊണ്ട് കൂടെ കിടന്നു. അതല്ല, നീ എന്തെങ്കിലും ഉണ്ട് എന്റെ അടുത്ത് പറയാം. ഇല്ല, വേറെ വെളിയിൽ വിടല്ലേ.
വകുപ്പുണ്ടാക്കാം. അപ്പം നമുക്ക് ഇത് എഴുതണം, എല്ലാ കാര്യങ്ങളും ചോദിക്കണം. ചോദിക്കണം. അപ്പോഴേ അടുത്ത തെളിവെടുപ്പാണ്. തെളിവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറയും. പറ, ഇതെങ്ങനെ ഇവിടെ എങ്ങനെ ചാടി ഇങ്ങനെ ഇവിടെ എത്തി, അത് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറ. സാറേ, ഞാൻ ഒരു 10-10:30 മണിക്കായി കാണും. രാത്രി 10:30 മണിക്ക് ആഹാരം കഴിച്ചിട്ട് മറ്റുള്ളവർ ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. മറ്റുള്ളവർ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് റോഡിന്റെ സൈഡ് വഴി നേരെ 7 കിലോമീറ്റർ ഇപ്പുറത്ത് ഇവരെ വീട്ടിന്റെ അവിടെ വന്നിട്ട് ഞാൻ നേരെ മതിലിയാടി അകത്ത് വന്നവും പട്ടി. ഇത് നേരത്തെ പറഞ്ഞ കഥയില്ല, അത് പറയണ്ട, ബാക്കി പറഞ്ഞ. സാറേ, ഞാൻ രാത്രി ഒരു 10-10:30 മണിയായപ്പോൾ ഞാൻ ആഹാരം കഴിച്ചിട്ട് മറ്റുള്ളവർ ഉറങ്ങാൻ വേണ്ടി കാത്തിരുന്നു. എന്നിട്ട് ഞാൻ ഈ സൈക്കിൾ എടുത്തുകൊണ്ട് റോഡിന്റെ സൈഡ് വഴി വന്നപ്പോഴേ ഈ മതിലിയാടി അകത്ത് വന്നപ്പോൾ ഈ പട്ടി ചെടിച്ചട്ടി ഇത് നീ നേരത്തെ പറഞ്ഞില്ലേ? നീ എന്താ കളിയാക്കണോ പോലീസിനെ? ചെറിയ സംഭവമുണ്ട്. എന്ത്? ഞാൻ ഒരു ദിവസം ഈ മോട്ടിക്കാൻ കഴിയുമ്പോൾ തലയ്ക്ക് വാക്കില്ലാതെ അടി കിട്ടിയിട്ടുണ്ട്. സംഭവം ഞാൻ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴേ ഇടയ്ക്ക് കയറി ആരെങ്കിലും വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ആദ്യം മുതൽ പറയും. എന്ത് സാറേ? അപ്പൻ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയും. ദൈവത്തെ ഓർത്ത് ഇടയ്ക്ക് കയറി മിണ്ടേ ചെയ്യും. ഞാൻ കമാന്നര ശരമുണ്ട്. പറ. ഞാൻ 10:30 മണിക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. മറ്റുള്ളവർ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു സൈക്കിൾ കൊടുത്തുകൊണ്ട് റോഡിന്റെ സൈഡ് വഴി നേരെ ചവിട്ടി 7 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഇവരെ വീട്ടിന്റെ മതിൽ ചാടി അകത്ത് വന്നപ്പോൾ ഒരു പട്ടി. ഈ പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊരയെന്ന് പറഞ്ഞാൽ അലുമ്പ് കൊര സാറേ. ഞാൻ അങ്ങനെ അപ്പുറത്ത് ചാടി ഈ പട്ടി ഞാൻ ഇവിടെ അപ്പുറം ഇപ്പുറം കൂടി ചാടി നിന്ന് ഞാൻ അവസാനം ഈ പട്ടി എൻ്റെ അടുത്ത് പറയാണ്. പക്ഷെ അലുമ്പ് പട്ടി സാറേ, വളർത്തു ദോഷമാണ് ഈ പട്ടിയുടെ. സാറേ, മോഷണ കുറ്റന്മാർ കൊലപാതകമാവും കേട്ടോ. മര്യാദയ്ക്ക് അവരെ പറഞ്ഞു. പട്ടി കുട്ടി വേണോ? വേണോ? അത് പിന്നെ മിണ്ടായി. അപ്പൊ നീ ഇവിടെ പറഞ്ഞു നിർത്തിയത്? സാറേ, രാത്രി 10-10:30 ഞാൻ സത്യം സീരിയസ് ആയിട്ട് ഞാൻ സൈക്കിൾ എടുത്തും കൊണ്ട് അവരൊക്കെ സൈഡ് വാരം ഇങ്ങനെ വരികയാണ്. ഇനി ആരും ശല്യം ചെയ്യൂല. പറ. രാത്രി ഒരു 10:30 മണിയായി കാണും സാർ. ഞാൻ ആഹാരമൊക്കെ കഴിച്ചിട്ട് മറ്റുള്ളവർ ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് ഒരു സൈഡ് വാരം ചവിട്ടി നേരെ ഇവരെ വീട്ടിന്റെ മതിലിന്റെ അവിടെ എത്തിയിട്ട് ഈ മതിലിയാടി അകത്ത് വന്നപ്പോൾ ഈ പട്ടി കൊര സാറേ. ഈ കൊരയെന്ന് പറഞ്ഞ ഒരുമാതിരി അലുമ്പ് കൊര ഞാൻ എടുക്കാം മതിലിന്റെ അപ്പുറത്ത് ചാടി ഇപ്പുറത്ത് ചാടി ഇങ്ങനെ നിന്നപ്പോഴേ പട്ടി തളർന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി. സാറേ, തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക സാറേ. കുഴപ്പമില്ല, ഇത് കഴിഞ്ഞ റിപ്പോർട്ടോടെ ഞാൻ തരാം. എവിടെ പറഞ്ഞു നിർത്തിയത്? അയ്യോ, രാത്രി ഒരു 10-10:30 മണിയായി ഞാൻ ഈ ആഹാരമൊക്കെ കഴിച്ചിട്ട് മറ്റുള്ളവർ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു സാറേ. എന്നിട്ട് ഞാനൊരു സൈക്കിൾ എടുത്തുകൊണ്ട് റോഡിന്റെ സൈഡ് വഴി ഇങ്ങനെ നേരെ ചവിട്ടി 7 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഇവരെ വീട്ടിന്റെ അവിടെ വന്ന് 7 കിലോമീറ്റർ ഇവരെ വീട്ടിന്റെ അടുത്ത് എത്തിയിട്ട് ഈ മതിൽ ഞാൻ ചാടി നേരെ അപ്പുറത്ത് വന്നപ്പോൾ ഒരു പട്ടി. ഈ പട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ അയ്യോ കേട്ടില്ല. ബാക്കി പറയടാ സാറേ. രാത്രി ഒരു 10-10:30 മണിയായി. ഞാൻ അപ്പോഴേ പറഞ്ഞു സാറേ, ഇത് ശരിയാവത്തില്ല. നീ ഒരു കാര്യം ചെയ്യ്. നീ പറയണ്ട. നീ ഇത് ചെയ്ത് കാണിച്ചാൽ മതി. നീ ഇത് ചെയ്ത് കാണിച്ചാൽ മതി. ഇത് അറിഞ്ഞാലെടുത്ത ചെയ്ത് ഈസി പരിപാടി. ചേച്ചി അങ്ങോട്ടല്ല ഇനി ഞാൻ വ്യക്തമായിട്ട് എനിക്കറിയാം. ഇങ്ങോട്ട് തിരിഞ്ഞടാ, ഇങ്ങോട്ട് തിരിഞ്ഞടാ. അങ്ങനെ എന്താ ചെയ്യാൻ അറിഞ്ഞാണ് എടുക്കാൻ. ഞാൻ തിരിക്കപ്പെടും. ഞാൻ അറിഞ്ഞാണ് ഇവരെ അരയിൽ തന്നെ എടുത്തത്. ഒന്നും പറഞ്ഞു മാറഞ്ഞോട്ട് അത്ര നിർബന്ധമാണെങ്കിലേ ഞാൻ എഴുതി പിടിച്ചോളാം. സാറ് ഭയങ്കര മാന്യനാണല്ലേ സാറേ. എന്റെ അരയെ കെട്ടിയിട്ട് നീ അത് കാണിച്ചാൽ അവിടെ അല്ല ഇവിടെ കാണിക്കണം. ഇവിടെ കാണിച്ചാൽ ഞാൻ എഴുതി പിടിപ്പിച്ചോളാം. നീ ഇവിടെ കാണിച്ചാൽ നീ ഇവിടെ എങ്ങനെ എടുത്തെന്ന് കാണിക്കാനാ സാർ? എങ്ങനെ എടുത്തെന്ന് കാണിക്കാം. കിടന്നാ സാർ കിടന്നോ.
എന്നാലും സാറേ അവര് അതാന്റെ ഒറിജിനാലിറ്റി അതായിരുന്നു. നിനക്കിത് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ ചെയ്യാൻ? സാറിന്റെ തെളിവെടുപ്പല്ലേ, സാറ് പറയും പോലെ ചെയ്തല്ലേ പറ്റുള്ളൂ. ഞാൻ ഉറങ്ങണേ. എന്നാലും എന്റെ സാറേ, ഇങ്ങനെയാണ് അറിഞ്ഞാലെടുത്തത്. സാറേ സാറിന് ഈ പ്രായത്തിൽ എന്തൊരു നാണോണ്. ഇത്രയും അവിടെ ഇല്ലായിരുന്നു ഏട്ടൻ. നീ ഇവിടെ വന്നോ ഞാൻ എഴുതി, അറിഞ്ഞാൻ എടുത്ത് എഴുതി. വീട്ടിനകത്ത് കേറി ഞാൻ എഴുതിയില്ല. പക്ഷെ എനിക്കത് ആദ്യം മുതൽ പറഞ്ഞാലേ ശരിയാവുള്ളൂ സാർ. മിണ്ടരുത്. ഇതൂടെ കഴിഞ്ഞാൽ തീർന്നു. അറിഞ്ഞാണ് വേണോ? പറ. രാത്രി ഒരു 10-10:30 മണിയായി കാണും സാർ. ഞാനാണെന്നുണ്ടെങ്കിൽ ആഹാരമൊക്കെ കഴിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എല്ലാവരും ഉറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു സൈക്കിൾ എടുത്തുകൊണ്ട് റോഡിന്റെ സൈഡ് വഴി ഞാൻ ചാവിട്ടി വന്നപ്പം 7 കിലോമീറ്റർ ഇപ്പുറത്ത് ഇവരെ വീട്ടിന്റെ അവിടെ നിന്ന് മതിലാടി അകത്ത് വന്നപ്പോഴേക്കും പാട്ടി അവിടെ കിടന്നൊരു കൊര 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇതൊക്കെ ഇങ്ങനെ വീർത്തിട്ടെ എൻ്റെ അടുത്ത് ഞാനല്ല, ജീവേണ് ചുമച്ച. നിനക്ക് എന്താ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത്? നിനക്ക് കണ്ടില്ല എന്താ? എങ്ങനെയെങ്കിലും തീർക്കാൻ നോക്കുമ്പോ നീ ചോദിച്ചു കയറ്റാൻ നോക്കണം. എന്റെ അറിയാതെ ഇനിയിപ്പോ 10:30 മണിയോട്ട് വീണ്ടും തുടങ്ങുമായി. ആറേ ടെൻഷൻ വേണ്ട. രാത്രി ഒരു ഒരു വലിയ കൈഡി അംബികമ്മ. സൂപ്പർ സൂപ്പർ സൂപ്പർ, നന്നായിരുന്നു. ആ എക്സ്പ്രഷനെ മറ്റേ ഇത് സത്യം പെമ്പിള്ളേര് പോലും അങ്ങനെ ചെയ്യില്ല. നല്ല രസമാണ്. അതുപോലെ ആ ഒരു മ്യൂസിക്കിനനുസരിച്ച് ഒരു ഫാസ്റ്റ് ആയിട്ടൊരു ഇത് പോയത് കണ്ട നല്ല രസമാണ്. ഒരു CI ആണത് ചെയ്തത്. അതെ 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 അതെ. പോയിന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോയിട്ട് പോലീസ് സാരമില്ല എന്ന് പറഞ്ഞു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കള്ളൻ ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്തു. ഞാൻ രസമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. സൂപ്പർ സൂപ്പർ സൂപ്പർ. ചേട്ടാ ശ്രീജു, സജി, ദീപ്തി 3 പേരും ഗംഭീരായിരുന്നു കേട്ടോ. 3 പേരും കട്ടക്ക് നിന്ന് ചെയ്ത്. കാരണം ഇതിനകത്ത് ആരാണ് നന്നായെന്ന് വെച്ചാൽ അത് പറയാൻ പറ്റില്ല. ബെസ്റ്റായിരുന്നു 3 പേരും. കാരണം ദീപ്തിയുടെ ഭാഗത്തു നിന്നും സജിയുടെ ഭാഗത്തു നിന്നും അതുപോലെ ശ്രീജുവിൻ്റെ ഭാഗത്തു നിന്നും ഭയങ്കര കോൺട്രിബ്യൂഷൻ ആയിരുന്നു. കാരണം നമുക്കിവിടുന്ന് കാണുമ്പോൾ കട്ടക്ക് ഇങ്ങനെ നിൽക്കണ പോലെ തോന്നി. ഇപ്പം നമ്മൾ CA അല്ലെങ്കിൽ SI ഒക്കെ അഭിനയിക്കുമ്പോൾ ആ ഒരു ജാട കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് തമാശ കുറഞ്ഞു പോകും. പക്ഷെ ഇതല്ല, ശ്രീജു കിടിലായിരുന്നു. പക്ഷെ ആ ലോ ആൻഡ് ഓർഡർ ഒക്കെ പറഞ്ഞില്ലേ മറ്റേ കരയുന്നത്, അത് പറഞ്ഞതിന് ശേഷം വേറെ ലെവലായി പോയി. കാരണം കോമ്പിനേഷൻ അതാണ് നമുക്ക് വേണ്ടത്. ആ കോമ്പിനേഷൻ കറക്റ്റ് ആകുമ്പോഴാണ് ഇതെല്ലാം കൂടി ചേരുവകൾ നന്നാവണത്. കാരണം ഈക്വലായിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമുക്കൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സ്കിറ്റ് നല്ല ഗ്രാൻഡായിട്ട് 100 വരുന്നത്. നിങ്ങളുടെ ഈ കോമ്പിനേഷൻ അടിപൊളിയാണ്. പിന്നെ എനിക്ക് കുറേ തമാശകൾ കുറേ ഉണ്ടായിരുന്നു. നമ്മൾ ഈ റിപ്പീറ്റ് കോമഡി പറയുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. എനിക്കൊരു 3-4-5 മിനിറ്റായിട്ടുണ്ട് ആ കഥ പറയല്. അത് നിങ്ങൾ എവിടെ തുടങ്ങിയോ ഈ സ്കിറ്റിൽ എവിടെയാണ് അത് പ്ലേസ് ചെയ്യേണ്ടത് അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം അത് എത്ര പ്രാവശ്യം ഇട്ടിട്ടുണ്ടോ ആ പ്രാവശ്യങ്ങളൊക്കെ ഞങ്ങൾ കുടുകുടാന്ന് ചിരിച്ചിട്ടുണ്ട്. ഈ സാധനം കൈവിട്ട് പോകുമോ, ഇത് ഓവറാക്കി കളയുമെന്ന് ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഒരു പാതിരാത്രി ആ വരമ്പ് പിടിച്ചതിൻ്റെ വാരം പിടിച്ചെന്നൊക്കെ പറഞ്ഞത് സജി, അത് നിങ്ങളൊരു അച്ചിട്ട് പോലെയാണ് സംസാരിച്ചത്. അതിനകത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നാലും അതും പ്രശ്നമാണ്. പിന്നെ എനിക്കൊരു കുടുംബനാഥ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു അരഞ്ഞാണം പോയൊരു പെണ്ണെന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഇത്രയും ഹ്യൂമർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പെണ്ണ് എങ്ങനെയാണ്? ഈ പെണ്ണ് അങ്ങനെ തന്നെയാണ്. കാരണം ഇത്രക്ക് നാണം ഉണ്ടായില്ല സാറേ ഈ പെണ്ണിന്. പിന്നെ ആദ്യം തന്നെ വന്ന് സംസാരിച്ചത് ഇതൊരു ബെഡ്റൂം ഉണ്ട്, ഒരെണ്ണം അറ്റാച്ച്ഡ് ആണ്, പിന്നെ ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ഇതെല്ലാം പറയുന്നത് ഒരു കള്ളൻ എല്ലാം ഗ്രഹിച്ച് വെച്ച് എത്ര സൂക്ഷ്മമായിട്ട് ആ വീടിനെ
ചുറ്റിപ്പറ്റി എത്ര ദിവസം കൊണ്ടുള്ള മോഷണമായിരിക്കും. അങ്ങനെയുള്ള ഒരു കള്ളൻ ഭയങ്കര രസമായിരുന്നു. അവസാനം ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. ആദ്യം തുടങ്ങി അവസാനം വരെ മുഴുവൻ നീള കൗണ്ടർ ഉണ്ടായിരുന്നു. ഞാൻ നസീർക്ക് പറയും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അടിപൊളി. താങ്ക് യു. 3 പേരും ഗംഭീരമായിരുന്നു. എങ്കിൽ പോലും ഞാൻ സജിയെ ഒരു പൊടിക്കം കയറ്റി വെക്കും. കാര്യം സജി നേരത്തെ ചെയ്തതിലൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഇതിലെ ഈ കള്ളൻ്റെ ക്യാരക്ടർ അത്ര മനോഹരമായിട്ട് ചെയ്തു. ഇങ്ങനെ ഒരു വീട്ടിൽ മോഷണം നടന്നില്ലെങ്കിലേ അത്ഭുതം. കാര്യം അതേപോലത്തെ ഒരു വീട്ടിൻ്റെ ഉടമസ്ഥയും അവിടെ കക്കാൻ വരുന്ന ഈ പാറ്റേണിൽപ്പെട്ട ഒരാൾക്കേ പറ്റുള്ളൂ. അത് അന്വേഷിക്കാൻ വരണമെങ്കിൽ ഇതേ ടൈപ്പുള്ള ഒരു എസ് ഐ ആയിരിക്കണം. കാര്യം 3 അത്ര തലയ്ക്കകത്ത് ആൾതാമസം ഉള്ളതല്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ എൻ്റെ സ്ക്രിപ്റ്റാണ് കേട്ടോ. തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ വന്നിട്ട് എങ്ങനെയൊക്കെ അത് അയാളാണ് സപ്പോർട്ട് ചെയ്ത് തരുന്നത്. കാര്യം ഒരു കള്ളനും ഒരിക്കലും ഇങ്ങനെ നിന്ന് കാര്യങ്ങൾ വ്യക്തമാക്കി എവിടെയെങ്കിലും അവന് ഒരു നുണയെങ്കിലും കയറ്റി വിടും. ഇതൊന്നുമില്ല, നേരെ വാ നേരെ പക്ക കാര്യങ്ങൾ പറഞ്ഞ് പക്ഷെ കൺവേസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ശല്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് തുമ്മലായിട്ടും ഫോണായിട്ടും അതുമായിട്ടും ഒക്കെ കയറി അത് മുടക്കി കളയുക. ആ ഒരു സിറ്റുവേഷൻ അതിൻ്റെ ഇടയ്ക്ക് കളിച്ച കളികളും ഒക്കെ ഗംഭീരമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു. തുടക്കം ഒരു പക്ഷേങ്കിൽ കയറി വരുമ്പം ഭർത്താവ് പോയി പോലീസിനെ വിളിച്ചോണ്ട് വന്നിട്ട് വീടിന്റെ അതാണെന്നുള്ള വിചാരിച്ചത് ഭർത്താവെന്നാ വിചാരിച്ചേ. അത് രണ്ടാമത്തെ ശ്രീജു വിവരിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇത് ഈ വീടിന്റെ ഉടമസ്ഥനാണെന്ന്. പക്ഷെ ആ റൂട്ടൊക്കെ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ബോറിങ് വന്നില്ല എന്നുള്ള ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ കാണാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കി തന്നു. 3 പേരും ഗംഭീരമായിരുന്നു. അടിപൊളി സ്ക്രിപ്റ്റ്, അടിപൊളി കൗണ്ടറുകൾ. ഓൾ ദ ബെസ്റ്റ്. കഥ പറയാനേ സമയം എടുക്കുള്ളൂ, പൈസ കൊടുക്കാൻ സമയം എടുക്കണ്ട. എത്ര രൂപ? ആര്? ബിജുക്കുട്ടൻ ആദ്യം കൊടുക്കും. ഞാനൊരു 20,000 രൂപ കൊടുക്കാം. 20,000 രൂപ. ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല, ഞാൻ 20,000 രൂപ. 40,000 രൂപ. അമ്പയ വായിച്ചോ? ഞാൻ എന്തായാലും അങ്ങ് അയച്ചു. ടോട്ടൽ എമൗണ്ട് 1 ലക്ഷം രൂപയുടെ ഗോൾഡൻ പഞ്ച്. എസ് ഐ സാർ വളരെ ബ്രില്യന്റ് ആയതുകൊണ്ട് സാറിനോട് തന്നെ ചോദിച്ചു തുടങ്ങാം. സാർ പറയൂ, എങ്ങനെ കാണുന്നു? ഒരുപാട് സന്തോഷം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഗ്രൂമേഴ്സ് അവരുടെ ഭയങ്കര സപ്പോർട്ട്. രാജേഷേട്ടനാണെങ്കിലും ശശാങ്കണ്ണാണ് അവരുടെ സപ്പോർട്ട്. പിന്നെ ടീം എന്നെ ഒരു സന്തോഷം. ദീപ്തി ആദ്യം ഇവിടെ കയറി വന്ന് ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് എപ്പിസോഡ് അങ്ങ് തുടങ്ങിയത്. ഗുരുവായൂരപ്പന്റെ ഒരു കടാക്ഷമാണോ ഈ 1 ലക്ഷം രൂപ വീണത്? അംബിക ചേച്ചി ഭയങ്കര ഗുരുവായൂർ ഭക്തയാണ്, കൃഷ്ണഭക്തയാണ് അല്ലേ? അത് ഈ എല്ലാ ദിവസവും പോവോ? എല്ലാ ആഴ്ചയും പോവും. എല്ലാ ആഴ്ചയും പോകും. എല്ലാ ആഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അമ്പലത്തിൽ പോണ കൂട്ടല്ലേ, മറ്റേ നിർമാല്യം തൊഴാനാണ് പോണത്. ഞാനിവിടെ ഗ്രൂമിങ്ങിന് വന്നു കഴിയുമ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ രാത്രി 8 മണിക്ക് ആലുവെന്ന് ട്രെയിൻ ഉണ്ട്. രാത്രി 8 മണിക്ക്. രാത്രി 8 മണിക്ക്. ഒരു 10-10:30 ആകുമ്പോൾ നമ്മൾ അവിടെ എത്തും. നമ്മൾ ഇവിടുന്ന് കുളിച്ച് റെഡി ആയിട്ടാ പോണം. നേരെ ചെന്ന് ക്യൂവിൽ നിൽക്കും. 3 മണിക്ക് നട തുറക്കും. 3-3:30 നട തുറന്നു കഴിഞ്ഞാൽ കയറി തൊഴുത് 5:50 ട്രെയിൻ ഞാൻ തിരിച്ചു വരും. അപ്പൊ ഇവിടെ ഒരു 7 മണി 7:30 എത്തും. നേരെ ഗ്രൂമിങ്ങിന് കയറും. ക്യൂ ഒക്കെ എങ്ങനെയാ? ക്യൂ ഞാൻ എപ്പോഴും പോണോണ്ടേ അവിടെ ഫ്രണ്ടിൽ ഇരിക്കണ കുറച്ചു പേരെ സ്ഥിരം അറിയാം. ചെല്ലുമ്പോ എന്നെ കാണുമ്പോ അറിയാൻ വന്നിരുന്നു. സജീര ഇത് പറഞ്ഞ പോലെ ഉറക്കമില്ല. അതിന്റെയൊക്കെ ഗുണമാണ് ഈ ബാക്കിൽ കിടക്കണല്ലേ. അതെ. പിന്നെ കഴിഞ്ഞ ദിവസം പോയത് പ്രസാദേട്ടന്റെ പേരിൽ വഴിപാട് നടത്താൻ വേണ്ടി. എന്തിനാ? കോവളം പ്രസാദേട്ടന്റെ വയ്യെന്ന് പറഞ്ഞപ്പോ ഞാൻ വഴിപാട് നടത്താൻ വേണ്ടി ഞാൻ പോയി. ചേട്ടനെ വിളിക്കുകയും അത് പിന്നെ നമ്മുടെ കോവളം പ്രസാദേട്ടന് ഈ അടുത്തൊരു ഹൃദയ സംബന്ധമായ ഒരു ഹാർട്ട് അറ്റാക്ക്. അദ്ദേഹം അതിന്റെ ഒരു ചികിത്സയിലാണ്. എല്ലാരും ഒരുമിച്ച് നിന്നു. അതെ, സാമ്പത്തികമായിട്ടും എല്ലാത്തിനും. ഐറ്റംവേറയുടെ ഒരു ഭയങ്കരമായ ഒരു സപ്പോർട്ട്. ഭയങ്കര സെക്കൻഡിൽ എത്ര രൂപയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പടാന്നും പറഞ്ഞ നമ്മുടെ ഐറ്റം വേറെ കുടുംബത്തിൽ നിന്ന് മാത്രമേ ഏകദേശം 2 മണിക്കൂർ കൊണ്ട് 1.25 ലക്ഷം രൂപ പ്രസാദിന് കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടോ. അതെല്ലാം നന്നായിട്ട് വരട്ടെ. തീർച്ചയായിട്ടും. നീ 1 ലക്ഷത്തിന്റെ സജി പറ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ 1 ലക്ഷം രൂപ നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പൊ തിരിച്ചെടുക്കാം. അല്ല അങ്ങനല്ല, കിട്ടി. ഓക്കെ, പക്ഷേ നിൽക്കുമ്പോ മാക്സിമം ഈ സ്കിറ്റിനെ എങ്ങനെ നല്ല രീതിയിൽ പ്ലേ ചെയ്ത് കളിക്കാം എന്നുള്ള ബേസ്. സത്യം പറഞ്ഞ അമ്പാടിക്ക് ഒരു കയറിയ സമയത്തും കൂടി പറഞ്ഞു പറ്റിക്ക് ഒരു മ്യൂസിക് ഇടയ്ക്ക് ഇട്ടേക്കണേ. കൂടെയുള്ള എല്ലാവരും നമ്മളോട് നല്ലവണ്ണം സഹകരിച്ചു. അതിൻ്റെ ഒരു വിജയമാണിത്. അതേപോലെ കൂടെ നിൽക്കുന്നവരും സന്തോഷം, വലിയ സന്തോഷം. അല്ല, ചില സ്കിറ്റുകൾ നമുക്ക് കാണുമ്പോൾ റിഹേഴ്സലിൽ ചെയ്തത് കൂടാതെ നിങ്ങൾ നല്ല എനർജറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾക്കും മനസ്സിലാവും. കാരണം ഓരോ കൗണ്ടറുകളൊക്കെ എനിക്ക് തോന്നുന്നു അതിലും ഭയങ്കര സ്റ്റാമിന ആയിരുന്നില്ല ഇവിടെ കളിക്കുമ്പോൾ, അല്ലേ? അത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 3 പേരെ ഒരു മത്സരം ഉണ്ടായിരുന്നു. ഒരു എനർജി ഇവരും കൂടെയാണ് കേട്ടോ. ഭയങ്കര നല്ല സപ്പോർട്ട്. ഇനി അപ്പൊ ഉഷാറായിട്ട് സാർ ഇനി ഇതുപോലെ കേസ് അന്വേഷണമായിട്ട് വരണം. അറിയാതെ പോലെ എന്റെ വീടിന്റെ വശത്ത് വരല്ലേ. ഉറങ്ങുമ്പോ സൂക്ഷിക്കണം.
ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഇനി സ്കിറ്റ് അല്ല, അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഒരു കുടുംബം തന്നെ പാടാൻ വന്നിട്ടുണ്ട്. വീഡിയോ കാണാം, എന്നിട്ട് ഞാൻ അവരെ പരിചയപ്പെടുത്താം. ഓക്കെ, വീഡിയോ. നീ മണിമലയാറ് മറന്നേ പോയോ, അന്ന് കളിവള്ളങ്ങൾ തുഴഞ്ഞു നടന്നതും വലവിശി നിന്നതും പുഴമീൻ പിടിച്ചതും മറന്നു പോയോ. നീ മണിമലയാറ് മറന്നേ പോയോ, അന്ന് കളിവള്ളങ്ങൾ തുഴഞ്ഞു നടന്നതും വലവിശി നിന്നതും പുഴമീൻ പിടിച്ചതും മറന്നു പോയോ. കണ്ടെങ്കിലൊന്നു കണ്ടെങ്കിൽ ഈ കരളിലെ ചുണ്ടയിൽ കൊത്തിയെടുത്തുകൊണ്ട് ഓടിയൊളിക്കും ഞാൻ, ഓടിയൊളിക്കും ഞാൻ. താലിക്കുടുത്തോല പീലിക്കുടുത്തോല താഴ്വാരത്തെങ്ങിലെ പൊന്നോല, പൊന്നോല കെട്ടി പൂപ്പന്തു കെട്ടി കണ്ടി മാറിലെറിഞ്ഞു ചിരിച്ചൊരു പന്തു കളിക്കാരാ. പന്തു വേണോ, ഒരു പന്തു വേണോ. ഇതാണ് പാട്ട് വീട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആരാധകരുള്ള, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള, ഇവരുടെ വീഡിയോസിനൊക്കെ ഒരുപാട് റീച്ച് ഉള്ള ഒരു ഫാമിലിയാണ്. അച്ഛൻ, അമ്മ, 2 മക്കൾ. വിളിക്കട്ടെ, കാസർഗോഡ് നിന്നാണ് അവർ വരുന്നത്. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയിലേക്ക് ലെറ്റ്സ് വെൽക്കം പാട്ട് വീട് ഫാമിലി. എല്ലാവർക്കും നമസ്കാരം, ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. പേരൊന്ന് പറയാം. രവീന്ദ്രൻ, ബിവറേജസ് കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നു. പോവില്ലല്ലേ? നമുക്ക് വിശദമായിട്ട് പരിചയപ്പെട്ട് വിടാം. ഓക്കെ, ഇവിടുന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഫോളോവേഴ്സ് ആയിട്ട് നമ്പരും വാങ്ങിക്കും, വീട്ടിലൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ ആളുണ്ടാവും. ഇനി അങ്ങോട്ട് നമ്മൾ ഇവരെ ഏറ്റു. സന്തോഷം. അപ്പൊ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. വൈഫിന്റെ പേര്? ഞാൻ സീന. ഞാൻ നാട്ടിൽ തന്നെ റൗലത്തുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ പ്രിൻസിപ്പലാണ്. ഓക്കെ, പ്രിൻസിപ്പലാണ്. എൻ്റെ പേര് അനാമിക. ഞാൻ ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്നു ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സംസ്കൃത് കാലടിയിലെ റീജിയണൽ ക്യാമ്പസ് പയ്യന്നൂരുണ്ട്, അവിടെയാണ്. ഓ, അടിപൊളി അടിപൊളി. ഹായ്, ഞാൻ വൈക, റൗലത്തുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 10th വിദ്യാർത്ഥിയാണ്. ഓ, പ്രിൻസിപ്പലാണ്. എന്റെ പി എന്നൊക്കെ പറഞ്ഞ ഇതാണ് അല്ലേ? അമ്മയുടെ സ്കൂളില്. ഓ, ലോക്കല്ലേ, വേറെ ഒന്നും ചെയ്യില്ലല്ലോ. തൽക്കാലം പാട്ട് പാടുക. ബാക്കി വിശേഷങ്ങൾ പറയാം അല്ലേ? അപ്പം ഐശ്വര്യമായിട്ട് നമുക്കൊരു പാട്ട്, ആദ്യത്തെ ഒരു പാട്ട് അങ്ങോട്ട് കേൾക്കാം. തീർച്ചയായും. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ, കുളിക്കാൻ പനിനീർ ചോല, കൂന്തൽ മീനൂക്കാൻ ഞാറ്റുവേല, കൂന്തൽ മീനൂക്കാൻ ഞാറ്റുവേല. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ, കുളിക്കാൻ പനിനീർ ചോല, കൂന്തൽ മീനൂക്കാൻ ഞാറ്റുവേല, കൂന്തൽ മീനൂക്കാൻ ഞാറ്റുവേല. ഉത്രാട സന്ധ്യ ഉണർന്നതിനാലോ, ഉദ്യാന പാലകൻ വന്നതിനാലോ, ഉത്രാട സന്ധ്യ ഉണർന്നതിനാലോ, ഉദ്യാന പാലകൻ വന്നതിനാലോ. ആപാദ ചൂടമേ രാഗപരാഗം ആകെ തളിർത്തുമേ രോമാഞ്ചം. ആഹാ 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 ആഹാ. കുടമുല്ലപ്പൂവിനും
മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ കുളിക്കാൻ പനിനീർച്ചോല കൂന്തൽ മീനോക്കാൻ ആറ്റുവേല കൂന്തൽ മീനോക്കാൻ ആറ്റുവേല പുഷ്പാഞ്ജലിക്കു പിരിഞ്ഞതിനാലോ സ്വപ്നാടനത്തിൽ ഉണർന്നതിനാലോ പുഷ്പാഞ്ജലിക്കു പിരിഞ്ഞതിനാലോ സ്വപ്നാടനത്തിൽ ഉണർന്നതിനാലോ ആത്മാവിനുള്ളിലെ കാമുക മന്ത്രം ആകെ തളിർക്കുമേ ഉന്മാദം ആഹാ 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 കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ കുളിക്കാൻ പനിനീർച്ചോല കൂന്തൽ മീനോക്കാൻ ആറ്റുവേല കൂന്തൽ മീനോക്കാൻ ആറ്റുവേല ആഹാ 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 മനോഹരം, നല്ലൊരു ഐഡിയ കേട്ടോ. അല്ലത് പാട്ട് വീട് തന്നെയാണ് കേട്ടോ. വീട്ടില് വേറെ ആരെങ്കിലും പാടാനുണ്ടോന്നും ചോദിക്കാൻ പറ്റുന്നില്ല, കാര്യം എല്ലാവരും പാടുന്നവര്. എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. ആ, താങ്ക് യു. കോറസിന് പോലും പുറത്തുനിന്ന് ആളെ വിളിക്കണ്ട. വീട് പാടാനും ആളുണ്ട്, കോറസ് പാടാനും ആളുണ്ട്. ഇതെപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഈ പുറത്ത് ഷൂട്ട് ചെയ്ത് ഇറക്കുന്നത്? പാട്ട് വീട് 2020 കൊറോണ സമയത്താണ്. ഞാൻ അത്യാവശ്യം പാടുമായിരുന്നു, സ്റ്റേജിലൊക്കെ പ്രൊഫഷണലായിട്ട് പാടുന്ന ഒരാളായിരുന്നു. പിന്നെ മൂത്ത മകള് അനാമിക ചെറിയ പ്രായത്തിൽ എൻ്റെ കൂടെ ഗാനമേളയ്ക്ക് വരാറുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളാണ് ആദ്യം തുടങ്ങിയത്. പിന്നീട് ഒരു പാട്ടിൻ്റെ തുളസിക്കതിർ എന്നുള്ളൊരു പാട്ട് ഞങ്ങൾ പാടുമ്പോൾ ഒരു ഹൈപ്പിച്ച് പാടാനുണ്ടായിരുന്നു. കണ്ണാ നീ ആടിയ ലീലകൾ എന്നുള്ളൊരു പോർഷൻ വരുമ്പോൾ മൂത്ത മോൾക്ക് പാടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇളയവള് അത് കേട്ടിട്ട് ചേച്ചി അങ്ങനെയല്ല പാടേണ്ടത്, ഇങ്ങനെയാണ് പാടേണ്ടതെന്ന് അവൾ പറഞ്ഞപ്പോഴാണ് അവളും പാട്ട് പാടുന്നതെന്ന് ഞാനും മനസ്സിലാക്കി. അങ്ങനെ അവളെ ആ പാട്ടിലേക്ക് കയറ്റി. ഇടയ്ക്കൊരു ഞങ്ങൾ പാടുന്നതിൻ്റെ ഇടയിൽ അവളെയും കൂട്ടി. പിന്നെ ഭാര്യയും ഞങ്ങളോടൊപ്പം പിന്നീട് പാട്ട് ചേർന്നു. അങ്ങനെ ഒരു പാട്ട് വീടുന്നൊരു പേജ് ഞങ്ങൾ ആരംഭിച്ചു. അപ്പൊ ആദ്യം നിങ്ങൾ രണ്ടുപേരും ഉള്ള ആദ്യം പാടുന്നത്? അതെ അതെ, ആദ്യം ഞങ്ങളെ പാടിയിരുന്നു. ഇതൊക്കെ വഴിയെ വന്ന് ചേർന്നാണ് ബാക്കി രണ്ടുപേരും. തീർച്ചയായും ഒരുപാട്. അല്ല, ഇത്രയും മനോഹരമായിട്ട് പാടുന്ന ടീച്ചറെ ചേട്ടൻ കണ്ടില്ലായിരുന്ന? അല്ല, അറിഞ്ഞില്ലായിരുന്ന പാടുമെന്ന്? ഞാൻ അറിഞ്ഞില്ല ആദ്യം ഇടയ്ക്ക് നന്നായി പാടുമെന്ന്. കല്യാണത്തിന് ശേഷം പാട്ടൊന്നും അങ്ങനെ പാടി കൊടുക്കാറില്ലായിരുന്നു? ഇല്ല ഇല്ല, അത്ര ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി മക്കള് സംഗീതം പഠിക്കാൻ തുടങ്ങിയപ്പോൾ പുറത്ത് നിന്ന് ശ്രദ്ധിച്ച് അങ്ങനെ ഒരു ഉള്ളിലേക്ക് വന്നതാണ്. ഡാൻസർ ആയിരുന്നു, അപ്പോൾ ഒരു താളബോധം ഉണ്ട്. പക്ഷെ പുറത്തേക്ക് പാടാൻ എനിക്ക് ഇതുവരെ ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോറസിൽ കൂടി അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടിയതാണ്. പിന്നെ ടീച്ചർ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചാടി വീഴില്ലല്ലോ. ആഗ്രഹം ഉണ്ടെങ്കിലും ഇങ്ങനെ നിൽക്കും. നോക്കട്ടെ, വേണ്ട. എന്നാ പിന്നെ അടുത്ത സോങ്ങിലേക്ക് പോവാം. അടുത്തതാവാം. അടുത്ത ഏതാ പാട്ട്? കിളിയെ കിളിയെ. അതെ, കിളിയേ 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 മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മോളും കുളിരിൻ കുളിരേ.
അഴകിന്നഴകേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. അടിപൊളി. ഇപ്പൊ സോഷ്യൽ മീഡിയ വരച്ചോണ്ടിരിക്കുന്ന പാട്ടാണ് ഏറ്റവും കൂടുതൽ അതെ, ഏറ്റവും കൂടുതൽ ആൾക്കാര് ഇത്ര സമയത്തിനകത്ത് ഏറ്റവും കൂടുതൽ റീൽസ് ചെയ്ത പാട്ടുകളിൽ ഒന്നാണ് ഇപ്പൊ പാടിക്കുന്നത്. അടിപൊളി. അല്ല, ഏറ്റവും എന്താ ലാസ്റ്റ് ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വന്നാണ് ഏറ്റവും അന്യത്തിയെ മനോഹരമായിട്ട് പാടുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും നല്ല ഉഗ്രനായിട്ട്. അല്ല, ചേച്ചി ഓൾറെഡി പാട്ടുകാരിയാണെന്നറിയാം, ഗാനമേളയ്ക്കൊക്കെ പോകുന്ന ആളാണ്. ഇത് അറിയാൻ പാടില്ലാത്ത ഒരാളായിരുന്നേ. ആ ആളാണ് കൂടെ കൂടി ഗംഭീരമായിട്ടുണ്ട്. അല്ല, ഇത് കണ്ടുപഠിച്ചില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായേട്ടാ. ഇളയമോളാ തീർച്ചയായും. രണ്ടു മക്കളും കിടിലനായിട്ട് പാടി. രണ്ടുപേരും പഠിക്കുന്നു, ഇപ്പൊ കർണാടിക് മ്യൂസിക് പഠിക്കുന്നുണ്ട്. അവരെ പരമാവധി ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഒരു തുടക്കം ഇവിടുന്ന് ആവട്ടെ. അപ്പൊ അടുത്ത പാട്ടും കേട്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. അടുത്തതൊരു സെമി ക്ലാസിക്കൽ ഗാനമാണ്. വൈഗയാണ് അത് ആലപിക്കുന്നത്. വൈഗ. ഓ, വൈഗ. അടിപൊളി.
ഇത് അത്ഭുതം. ഇത് വന്ന് പുട്ടുപോലെ പാടിയതില്ല. ഇത് മ്യൂസിക് റിയാലിറ്റി ഷോയിൽ ഒന്നെങ്കിൽ സെമി ഫൈനൽ അല്ലെങ്കിൽ ഫൈനല് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈനലിസ്റ്റുകൾ തമ്മിലടിച്ച് മത്സരിച്ചു കാലങ്ങളായിട്ട് മത്സരിച്ചോണ്ടിരിക്കുന്ന പാട്ടാ. ചുമ്മാ പാടിയിട്ട് ഒരു ഉഗ്ര കൈഡി ഞെട്ടിച്ചു കേട്ടോ. പാട്ടിൽ വൈകി വന്ന വസന്തം വൈക ഗംഭീരമായിരുന്നു കേട്ടോ. പക്ഷേ ഈ പാട്ടൊക്കെ പാടി ഒപ്പിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക് ഉള്ള ജോബാണത്. അത് വളരെ വൃത്തിയായിട്ട് മോളെ കൊണ്ട് കഴിയാവുന്ന ഒരു പരമാവധി മോള് പാടി എത്തിച്ചു. വെരി ഗുഡ്, ഗംഭീരം. അത് കേട്ടോണ്ട് നിന്ന ഒരു പ്രൗഡ് അമ്മയുടെ പിന്നെ ഇമോഷണൽ മുഖവും നമുക്ക് കാണാൻ പറ്റിയല്ലേ. അത് എനിക്ക് പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് അല്ലേ. പിന്നെ ഒരു വലിയ ഫ്ലോറിൽ നിന്ന് മക്കൾ പെർഫോം ചെയ്യുന്നതിന് തിരിച്ച് പിന്നെ അവർക്ക് കയ്യടികൾ കിട്ടുന്നത് നേരിട്ട് അനുഭവിക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അച്ഛനും അമ്മയ്ക്കും കിട്ടുന്നൊരു ഭാഗ്യമാണ്. ഒരു നല്ല കൈഡി കൊടുക്കാം. അമ്മ പ്രിൻസിപ്പലേ പറഞ്ഞാട്ടെ, മനസ്സ് ഓർക്കൂ. പ്രിൻസിപ്പൽ വല്ലപ്പോഴും നമുക്ക് കരയിൽ കാണാൻ പറ്റുള്ളൂ. സാധാരണ പിള്ളേർ കരയുന്നതല്ലേ കണ്ടിട്ടുള്ളൂ. സന്തോഷം കൊണ്ടാണ്. അത് വല്ലാത്തൊരു ഫീലാണ്. മക്കൾ പല പാട്ടുകൾ പാടുമ്പോൾ നമുക്ക് വല്ലാതെ ഫീൽ ആവാറുണ്ട്. പക്ഷേ ഇത് ഇത്രയും വലിയ വേദിയിൽ ഒരു ടാലന്റിങ് സോങ്, സ്പീച്ച്ലെസ്. എന്തായാലും ഇവിടെ ഗുരുനാഥൻ രാജേഷ് മാഷാണ് തൃക്കരിപ്പൂർ. അദ്ദേഹത്തിനോട് ഈ അവസരത്തിൽ നന്ദി പറയുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ കൈയ്യടി അദ്ദേഹത്തിനും ഉണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഇങ്ങനൊരു കുടുംബത്തെ പരിചയപ്പെടാനും അല്ലേ. പിന്നെ നന്നായിട്ട് പാടുന്ന ഒരു അച്ഛനമ്മ, നന്നായിട്ട് പാടുന്ന 2 മക്കള്, അവർ ഒരുമിച്ചുള്ള പാട്ട് കേൾക്കാനും സെപ്പറേറ്റ് ആയിട്ടുള്ള പാട്ട് കേൾക്കാനും സാധിച്ചില്ല. നമുക്ക് ഒത്തിരി സന്തോഷം. തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും വീണ്ടും ഞങ്ങളുടെ വേദിയിലേക്ക് വരണം. ഇത് ഐറ്റം വേറെ പോലെ അടുത്ത പ്രാവശ്യം വരുമ്പം വേറെ ഒരു ഐറ്റം ആയിട്ട് വരണം. തീർച്ചയായും നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതിലും ജീവയുടെ വലിയൊരു ഫാനാണ് ഇവര് മക്കള്, പ്രത്യേകിച്ച് ഞാൻ. അല്ല, ഞങ്ങളെല്ലാരും മിടുക്കന്മാരാണ്. അല്ലല്ല 3 പേര്. അംബിക അമ്മ ലെജൻഡറി. ആ മുന്നിൽ പാടാൻ നമുക്ക് പറ്റിയത് തന്നെ എത്രയും വലിയ ഭാഗ്യമാണ്. അപ്പോഴും നിങ്ങളില്ല. പക്ഷെ കോവിഡ് സമയത്ത് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴും നമുക്കൊരു സ്ട്രെസ് ബസ്റ്റർ എന്ന് പറയുന്നത് ജീവയുടെ വീഡിയോ ആയിരുന്നു. ഇവരെന്നെ അതിന് വഴക്ക് പറയും. സ്ഥിരം ഞാൻ ജീവയുടെ വീഡിയോ എടുത്തിരിക്കുകയാണ്. കാര്യം സ്കൂളിലത്തെ കുറച്ച് ഹെഡേക്ക് ഉണ്ടാവുമല്ലോ. അന്നേരം ലോക്ക്ഡൌൺ ആണ്, വീഡിയോ ക്ലാസ്സസ് ആണ് പോകുന്നത്. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പണിയില്ല, വീഡിയോ ഇടുന്നു. അല്ല, അറിവുള്ളവർ അങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ നമ്മൾ അനുസരിക്കേണ്ടതായിരുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എടുത്ത് കാണാൻ നിൽക്കുകയോ. പ്രിൻസിപ്പലിന്റെ അത്ര അറിവില് സംക്രാന്തി ഇരിക്കുകയാണ്. നിങ്ങളുടെ ഈ ടാലൻസ് ഒക്കെ ഭയങ്കര എന്താ പറയുന്ന സന്തോഷം. ഞാനും അത് ഫീൽ ചെയ്തു. അത് എനിക്ക് 2 ആൺമക്കൾ, അവരും നന്നായിട്ട് ഇതുപോലെ പാടും. ക്ലാസിക്കലും പാടും, വെസ്റ്റേണും പാടും. ക്ലാസിക്കലും പഠിച്ചു, അവിടെ വെസ്റ്റേണും പഠിച്ചു. അപ്പോൾ ഈ അവർ പാടിയിട്ട് ഈ ത്യാഗരാജ ഫങ്ഷൻസൊക്കെ വരുമല്ലോ, കീർത്തനയ്ക്കൊക്കെ പോയി പാടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സന്തോഷം കൊണ്ടുള്ള ഒരു സങ്കടം ഉണ്ടല്ലോ, അത് അവിടെ നിന്നാലേ മനസ്സിലാവും. സൂപ്പർ, നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി, ഇതൊക്കെ നന്നായിട്ട് പാടി ചേട്ടാ. അല്ല, 4 പേർക്കും ഓൾ ദി ബെസ്റ്റ്. കാരണം നമുക്ക് ഈ ഒരു വീട്ടിലെ എല്ലാവരും കലാകാരന്മാരായിട്ട് കലാകാരികളൊക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവം അനുഗ്രഹിച്ച് കിട്ടുന്ന ഒരു കാര്യമാണത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മോളുടെ ലാസ്റ്റുള്ള പാട്ടുണ്ടല്ലോ, അത് ഗംഭീരമായിരുന്നു കേട്ടോ. 2 പേരും ഒന്നിച്ച് പാടിയ കിളിയെ നല്ല ഗംഭീരമായിരുന്നു. അതിക്ക് മുകളിൽ കാരണം ഞാൻ എന്താ ഗംഭീരം എന്ന് പറയാനുള്ള കാരണം, ഇത് വലിയ ഗായകന്മാർ നമ്മുടെ സ്റ്റേജിലൊക്കെ ബുദ്ധിമുട്ടിയാണ് പാടുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാനമേളയിലൊക്കെ നന്നായിട്ട് പാടും, ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടിയിട്ടാണ് അത് പാടുന്നത്. പക്ഷെ ഇത്രയും ചെറിയ ഇത്രയും ഒരു ചെറിയ കുട്ടി, അതും ഒരു ഫീമെയില്, ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ പാട്ട് പാടുന്ന എല്ലാം മെയിലാണ് പാടുന്നത്. ഒരു സ്ട്രോങ് ഏരിയ ആണ് ഈ പാട്ട് അല്ലേ. ഇത് ആണുങ്ങൾ കൈയടിക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഈ ചെറിയൊരു കൊച്ച് എന്താണ് പൂ പറിക്കുന്നത് പോലെ, പൂ പറിക്കുന്നത് പോലെ ലാഘവത്തോടെ പാടിയപ്പോൾ ഗംഭീരം, അടിപൊളി. 4 പേർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പറഞ്ഞ പോലെ പാട്ട് വീട് കുറെ കൂടെ വലിയ ഓഡിയൻസിലേക്ക് എത്തട്ടെ. ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോയിട്ട് ഷോ ഒക്കെ ചെയ്യാൻ പറ്റട്ടെ. വീട്ടിൽ 2 ഗായകർ മത്സരിച്ച് പാടി വരുന്നുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പെർഫോം ചെയ്യട്ടെ. 2 പേരും പാട്ടിൻ്റെ അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവരുടെ മേഖലയിൽ ആഗ്രഹിക്കുന്ന മേഖലയിൽ എക്സൽ ചെയ്യാൻ പറ്റട്ടെ. അനാമിക, താങ്ക് യു സോ മച്ച് കേട്ടോ. പ്രിൻസിപ്പൽ ചേട്ടാ, താങ്ക് യു സോ മച്ച്. വൈക ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ കുടുംബത്തിന് പാട്ട് വീടിന് നല്ലൊരു കൈയടി. അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഐറ്റംമാരുടെ ഇന്നത്തെ സമയം ഏതാണ്ടെന്നല്ല കഴിഞ്ഞു. നമ്മൾ ഇതിലും നല്ല സ്കിറ്റുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഗുഡ് നൈറ്റ്.